മോർണിംഗ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഫ്രണ്ട് പേജിൽ ഒരു വലിയ ന്യൂസ് ഉള്ളത്, ഒറ്റ ന്യൂസ് ആണുള്ളത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. ഫെബ്രുവരി 2 ഒരു സർക്കുലർ ആയിരുന്നു. 2018 ഫെബ്രുവരി 2 ഒരു സർക്കുലർ അനുസരിച്ച് ഒരു ബാങ്കില് 2000 കോടി രൂപ 2000 ക്രോഡ്സിൽ കൂടുതൽ ഉള്ള ഒരു ലോൺ, സ്വാഭാവികമായിട്ടും ബിഗ് കോർപ്പറേറ്റ് ലോൺസ് ആയിരിക്കും. 2000 കോടിയിൽ കൂടുതൽ ലോൺ ഒരു സാധാരണക്കാരൻ എടുക്കത്തില്ല. ഈ കോർപ്പറേറ്റ് ലോൺസ് 2000 ക്രോഡ്സിന്റെ വാല്യൂവിൽ കൂടുതലുള്ള ലോൺ ആണെന്നുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കാതിരുന്നാൽ, അത് ഡിഫോൾട്ട് ആയാൽ ഒരു ദിവസം പോലും പിന്നീട് ബാങ്ക് വെയിറ്റ് ചെയ്യാൻ പാടില്ല. അത് അപ്പോഴേ ഒരു റെസൊല്യൂഷൻ പ്ലാൻ 180 ഡേയ്സിനകത്ത് ഉണ്ടാക്കണം. ആ പൈസ തിരിച്ചു പിടിക്കാൻ 180 ദിവസം കൊണ്ട് റിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസൊല്യൂഷൻ പ്ലാൻ ഉണ്ടാക്കണം. അതും ഫെയിൽ ആയാൽ ഡയറക്ട്ലി NCLT നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിലേക്ക് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് IBC 2016 എന്ന് പറഞ്ഞ നിയമം ഉപയോഗിച്ച് പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇത് സത്യത്തില് ഈ ഒരു സർക്കുലർ ഇന്ത്യയിലെ 2000 കോടി രൂപയിൽ കൂടുതലുള്ള ലോണുകൾ എന്ന് പറയുമ്പോൾ ബിഗ് ലോണുകളാണ്. ഇത് തിരിച്ചു പിടിക്കാൻ പലപ്പോഴും വിജയ് മല്യയും നീരവ് മോഡിയൊക്കെ പോലുള്ള ആൾക്കാർ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇത്തരത്തിലുള്ള ലോണുകൾ തിരിച്ചു പിടിക്കാൻ വളരെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു ഇതെന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നലെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സർക്കുലർ സ്ക്രാപ്പ് ചെയ്തു. അപ്പൊ ഇനി ആ സർക്കുലർ നിലനിൽക്കത്തില്ല. അത് ഇന്ത്യയുടെ മൊത്തം ലോൺ റിക്കവറിയെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. ഈവൻ ഇപ്പൊ പൂട്ടിപ്പോകുന്ന അവസ്ഥയിലിരിക്കുന്ന ജെറ്റ് എയർവേസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ റിവൈവൽ പ്ലാൻ ബാങ്കുകൾ ഉണ്ടാക്കിയതിനെ പോലും അത് ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ്. പക്ഷെ അവരുടെ ഈ ഒരു ഡിസിഷൻ വളരെ സീരിയസ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ആണ് ഇന്ത്യൻ ബാങ്കിംഗ് സെക്ടറിൽ ഉണ്ടാക്കാൻ പോകുന്നത്. പല വ്യവസായികളും ഇപ്പൊ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു, ഈ ലോണൊക്കെ തിരിച്ചടയ്ക്കേണ്ടി വരും എന്ന് പേടിച്ചിട്ട്. കാര്യം ഈ പറഞ്ഞ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് അവർക്ക് അത്ര വലിയൊരു ഭീഷണിയായിരുന്നു. പക്ഷേ ഇപ്പൊ ഇനി അവരെല്ലാം വീണ്ടും പുറകിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം സംഭവിച്ചിരിക്കുന്നത് ഒന്നുകൂടെ പറയാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സർക്കുലർ ഫെബ്രുവരി 12, 2018 ഒരു സർക്കുലർ അനുസരിച്ച് 2000 കോടിയിൽ കൂടുതലുള്ള ലോണുകൾ ബാങ്കുകളിൽ ഒരു ദിവസമെങ്കിലും ഡിഫോൾട്ട് ആയാൽ അപ്പോൾ തന്നെ ഒരു റെസൊല്യൂഷൻ പ്ലാൻ ഉണ്ടാക്കണം. ആ റെസൊല്യൂഷൻ പ്ലാൻ 180 ഡേയ്സ് കൊണ്ട് സോൾവ് ചെയ്തിരിക്കണം. പക്ഷെ അത് നടന്നില്ലെന്നുണ്ടെങ്കിൽ അപ്പോഴേ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയ നിയമം അനുസരിച്ച് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിലേക്ക് ആ കേസ് റെഫർ ചെയ്യുകയും പെട്ടെന്ന് തന്നെ അതിൽ ഒരു തീർപ്പുണ്ടാക്കുകയും വേണമെന്നായിരുന്നു. ഇതാണ് ഇപ്പൊ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫെബ്രുവരി 12, 2018 സർക്കുലറെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് തെറ്റാണെന്നും പറഞ്ഞ് സ്ക്രാപ്പ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് കോമൺ മാനൊന്നും മനസ്സിലാവുന്നത്. കോമൺ മാൻ മാത്രമല്ല, ഇതിന്റെ അകത്ത് എക്സ്പെർട്സുകൾ ഹിന്ദുവിൽ ഇതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് അടുത്ത പേജുകളിലുണ്ട്. അതുപോലെ എക്കണോമിക് ടൈംസിലുണ്ട്. എല്ലാത്തിലും ഈ സുപ്രീം കോടതിയുടെ വിധി ഒരു മോശം ഒരു സംഭവമാണെന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ AIFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറിയുടെ പേരുണ്ട്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് പ്രഫുൽ പട്ടേലിന്റെ പേര് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു. കാരണം എന്ന് വെച്ചാൽ പ്രഫുൽ പട്ടേൽ ഫിഫയുടെ എക്സിക്യൂട്ടീവ് പാനലിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാവാൻ പോവുകയാണെന്ന് ഞാൻ ഇന്നലെ ന്യൂസ് വായിച്ചിരുന്നു. അത് പ്രസിഡന്റാണ് പ്രഫുൽ പട്ടേൽ. AIFFന്റെ ജനറൽ സെക്രട്ടറിയാണ് കുശാൽ ദാസ്. AIFFന്റെ ജനറൽ സെക്രട്ടറി കുശാൽ ദാസ്. അത് കഴിഞ്ഞ് സ്പോർട്സ് പേജിൽ മറ്റൊന്നും നമുക്ക് എഴുതിയെടുക്കാനുണ്ട്. ഇന്ന് പൊതുവെ എഴുതിയെടുക്കാനുള്ള ന്യൂസുകൾ കുറവാണ്. പിന്നീട് നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ, ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഗൂഗിൾ എന്ന് നമുക്ക് പേര് കേൾക്കുമ്പോൾ ഇന്ത്യയിൽ രാജൻ ആനന്ദ് എന്ന് പറയുന്ന നെയിമായിരുന്നു നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. കാരണം ഗൂഗിൾ ഇന്ത്യയുടെയും ഗൂഗിൾ സൗത്ത് ഏഷ്യയുടെയൊക്കെ ഹെഡായിരുന്നു രാജൻ ആനന്ദൻ. പക്ഷേ ഗൂഗിളിൽ നിന്ന് ക്വിറ്റ് ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ട്. അത് ബിസിനസ് പേജിൽ പ്രധാനപ്പെട്ട ന്യൂസ് ആണ്. ഇന്ത്യ ഹെഡായിരുന്നു. ഗൂഗിളിന്റെ ഗ്ലോബൽ ഹെഡ് എല്ലാവർക്കും അറിയാം, സുന്ദർ പിച്ചൈ എന്ന് പറഞ്ഞ ഇന്ത്യക്കാരൻ തന്നെയാണ് ഗൂഗിളിന്റെ CEO, ഗ്ലോബൽ CEO. ഇത് ഇന്ത്യയിലെ ഹെഡായിരുന്നു ഗൂഗിളിന് രാജൻ ആനന്ദൻ. പക്ഷെ അദ്ദേഹം ക്വിറ്റ് ചെയ്തു ഇപ്പം ഗൂഗിളിൽ. പിന്നെ PMI എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. PMI ഞാൻ ഇന്നലെ കോർ സെക്ടർ ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. കോർ സെക്ടർ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഡെക്സിന്റെ കാര്യം പറഞ്ഞായിരുന്നു. കോർ സെക്ടർ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർ സെക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. സ്റ്റീൽ, സിമന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ്, റിഫൈനറി പ്രോഡക്ട്സ്, ഇതെല്ലാം കൂടി ചേർന്ന 8 സെക്ടേഴ്സിനാണ് കോർ സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. പക്ഷേ മൊത്തം ഇൻഡസ്ട്രീസിന്റെയും, ഈ കോർ സെക്ടർ ഇൻഡസ്ട്രീസിന്റെ അല്ല, മൊത്തം ഇൻഡസ്ട്രീസിന്റെയും ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻഡെക്സുകൾ ഇന്ത്യയിലുണ്ട്. അതിൽ ഒരെണ്ണം IIP ആണ്, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഒരെണ്ണം. രണ്ടാമത്തെ PMI ആണ്. ഈ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെ പ്രത്യേകത ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ IIP, ഗവൺമെന്റിന്റെ ഡേറ്റയാണ് IIP എന്ന് പറയുന്നത്, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. പക്ഷേ PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ വേറൊരു ഡേറ്റ ഉണ്ട്. PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. ഈ സംഭവം എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണ്. നിക്കി എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്, NIKKEI, നിക്കി പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് അറിയപ്പെടുന്നത്.
അപ്പൊ അത് ഒരു ഈ മാസത്തെ ലാസ്റ്റ് മന്തിലെ ഇന്ത്യയുടെ ഗ്രോത്ത് മാനുഫാക്ചറിംഗ് സെക്ടറിലെ ഗ്രോത്ത് റേറ്റിനെ കുറിച്ചൊക്കെ ഉള്ള ന്യൂസാണ്. PMI ഈ മാസം അതിന്റെ ഒരു ന്യൂസാണ്. പിന്നെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ബിസിനസ് പേജ് 13 പേജിൽ ഫുൾ ആയിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സർക്കുലർ February 12, 2018 സർക്കുലർ സുപ്രീം കോർട്ട് പിന്നീട് സ്ക്രാപ്പ് ചെയ്തതിനെ കുറിച്ചാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെർട്ടുകളുടെ അഭിപ്രായങ്ങളും ഒക്കെയാണ്. മൂഡീസ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് മൂഡീസ് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോർട്ടിന്റെ ഈ ഡിസിഷൻ ഇന്ത്യയുടെ ബാങ്കുകൾക്ക് ക്രെഡിറ്റ് നെഗറ്റീവ് ആണെന്നാണ്. ഇന്ത്യയുടെ ബാങ്കുകൾ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ് മീനിങ്. ക്രെഡിറ്റ് നെഗറ്റീവ് ആണ് സുപ്രീം കോർട്ടിന്റെ ഈ ഡിസിഷൻ പറഞ്ഞിരിക്കുന്നത് മൂഡീസ് ആണ്. മൂഡീസ് ഈസ് എ ഗ്ലോബൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. മൂഡീസ് മാത്രമല്ല, വേൾഡിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിൽ ഒന്നാമത്തത് മൂഡീസ് ആണ്. വേറെ ഒരെണ്ണം S&P ആണ്. S&P സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ. മൂന്നാമത്തത് ഫിച്ച് ആണ്. FITCH ഫിച്ച്. അപ്പം മൂഡീസ്, സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ, ഫിച്ച് എന്നൊക്കെ പറയുന്നത് ഗ്ലോബൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണ്. പിന്നെ ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് സെൻസെക്സ് 39,000 പോയിന്റ്സിന് മുകളിൽ ക്ലോസ് ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ട്. 13,000 പോയിന്റിന് മുകളിൽ ക്ലോസ് ചെയ്തെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. സെൻസെക്സ് ആദ്യമായിട്ട് 39,000 പോയിന്റ് ടച്ച് ചെയ്തെന്ന്. ഈ ടച്ച് ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതിന്റെ വ്യത്യാസമുണ്ട്. ടച്ച് ചെയ്തിട്ട് ആ ദിവസം തന്നെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഷെയർ മാർക്കറ്റ് നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ 39,000 താഴെ പോകും. അതായത് ടച്ച് ചെയ്യുന്ന ആ പോയിന്റിൽ നിൽക്കണമെന്നില്ല, അവിടെ തന്നെ സ്റ്റെബിലൈസ് ചെയ്യണമെന്നില്ല, താഴേക്ക് പോകും. അപ്പം ഇന്നലെ 39,000 പോയിന്റ് ടച്ച് ചെയ്തിട്ട് താഴേക്ക് പോയിരുന്നു. ക്ലോസ് ചെയ്ത് 39,000 പോയിന്റിലല്ല, പക്ഷേ വെരി നെക്സ്റ്റ് ഡേ 39,000 പോയിന്റ് ക്രോസ് ചെയ്തിട്ട് അവിടെ തന്നെ ക്ലോസ് ചെയ്തു. അപ്പൊ ഇന്ത്യയുടെ സെൻസെക്സ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇന്ത്യയുടെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇന്ത്യയുടെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് 39,000 പോയിന്റിൽ ആദ്യമായിട്ട് ക്ലോസ് ചെയ്തു. അപ്പം അതൊക്കെ ഇനി കൂടി പോകും. 40,000 പോയിന്റ്സിലേക്കൊക്കെ എത്തും, അതിന് മുകളിലേക്കൊക്കെ പോകും. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ 12th പേജിലേക്ക് പോകുമ്പോൾ തെരേസ മേയുടെ ഒരു ഫോട്ടോ ഉണ്ട്. തെരേസ മെയ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആണ്. അതുപോലെ തെരേസ മേയുടെ ഒഫീഷ്യൽ റെസിഡൻസിന്റെ പേര് പത്രത്തിലുണ്ട്. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിന്റെ ഒഫീഷ്യൽ റെസിഡൻസിന്റെ പേരാണ് 10 ഡൌണിംഗ് സ്ട്രീറ്റ്. ഡൌണിംഗ് സ്ട്രീറ്റ്, DOWNING, ഡൌണിംഗ് സ്ട്രീറ്റ്. 10 ഡൌണിംഗ് സ്ട്രീറ്റ് ആണ് തെരേസ മേയുടെ ഒഫീഷ്യൽ റെസിഡൻസ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിന്റെ ഒഫീഷ്യൽ റെസിഡൻസ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആണ് 7 ലോക് കല്യാൺ മാർഗ്, LOK, ലോക് കല്യാൺ മാർഗ്. 7 ലോക് കല്യാൺ മാർഗ് ഈസ് ദ ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. പിന്നെ FATF നെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. FATF എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. FATF അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്ലോബൽ ബോഡി, UN-ന്റെ ബാക്കപ്പ് ഉള്ള ഒരു ഗ്ലോബൽ ബോഡിയാണ് അഗെയിൻസ്റ്റ് ടെറർ ഫണ്ടിങ്. അവര് നമ്മളുടെ അയൽരാജ്യമായ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവരുടെ ടെറർ ആന്റി ടെറർ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് പാകിസ്ഥാന്റെ വീക്ക് ആയതുകൊണ്ട്. അപ്പൊ ടെറർ ഫിനാൻസിങ് കൊടുക്കുന്ന രാജ്യങ്ങളെയും സംഘടനകളെയും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള UN-ന്റെ ഏജൻസിയാണ് FATF, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്ററിന്റെ ഫോട്ടോ ഉണ്ട് അവിടെ. ഷാ മെഹമ്മൂദ് ഖുറേഷിയാണ്. പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ ഷാ മെഹമ്മൂദ് ഖുറേഷി. അതുപോലെ ടർക്കിയുടെ പ്രസിഡന്റിന്റെ ഫോട്ടോ ഉണ്ട്. ടർക്കിയുടെ പ്രസിഡന്റ് ഞാൻ ഇന്നലെയും പറഞ്ഞു, റിസെപ് തായിപ്പ് എർഡോഗാൻ, RECEP, റിസെപ് തായിപ്പ്, TAYYIP, തായിപ്പ് എർഡോഗാൻ, ERDOGAN. അതുപോലെ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ലേഖകനായിരുന്ന, വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ജേർണലിസ്റ്റ് ആയിരുന്ന കൊല്ലപ്പെട്ട ജമാൽ ഖഷോഗിയുടെ ഒരു ഫോട്ടോയും ഹിന്ദുവിലുണ്ട്. ജമാൽ ഖഷോഗി. അതിനടുത്ത പേജിലേക്ക് വരുമ്പോൾ നേഷൻ പേജാണ്. 10 പേജും 11 പേജും. ആ പേജുകളിൽ ഫുൾ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. എസ്പെഷ്യലി കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഒക്കെ ഇന്നലെ പുറത്തു വന്ന ദിവസമാണ്. എല്ലാ പാർട്ടികളും ഇലക്ഷന്, നാഷണൽ പാർട്ടീസ് ഒക്കെ മാനിഫെസ്റ്റോ റിലീസ് ചെയ്യും. കോൺഗ്രസ് മാനിഫെസ്റ്റോ ഒക്കെ റിലീസ് ചെയ്യുന്ന ദിവസമുണ്ട്. അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്യുവർ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. അതൊന്നും നമുക്ക് എഴുതിയെടുക്കാനില്ല. MSME എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് പറയുന്നത്. MSME എന്ന് പറഞ്ഞാൽ അതൊരു അബ്രിവേഷൻ ആണ്. MSMEയുടെ എക്സ്പാൻഷൻ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്നാണ്. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, MSME. പിന്നെ എഡിറ്റോറിയൽ ഹിന്ദുവിൽ 2 എഡിറ്റോറിയൽസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ പോൾ ടൈം സെൻസർഷിപ്പ് എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയലാണ്. എന്താണെന്ന് വെച്ചാൽ ബംഗളൂരു കർണാടകത്തിന്റെ ക്യാപിറ്റൽ ബംഗളൂരുവിൽ ഒരുപാട് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. അതിലൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 28-കാരനായ തേജസ്വി സൂര്യ എന്ന് പറയുന്നത്, 28 വയസ്സേ ഉള്ളൂ.
BJPയുടെ കാൻഡിഡേറ്റ് ആണ് തേജസ്വി സൂര്യ. ഈ തേജസ്വി സൂര്യക്കെതിരായിട്ട് ഡിഫമേറ്ററി ആയിട്ടുള്ള അപകീർത്തികരമായിട്ടുള്ള ഒരു ന്യൂസും ഒരു പത്രങ്ങളോ ചാനലുകളോ കൊടുക്കാൻ പാടില്ല എന്നൊരു ഓർഡർ കർണാടകത്തിലെ ഒരു കോർട്ടിൽ നിന്ന് തേജസ്വി സൂര്യക്ക് സമ്പാദിക്കാൻ പറ്റി. ഇത് ഫ്രീഡം ഓഫ് സ്പീച്ചിനും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും ഒക്കെ എഗെയിൻസ്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ അത് താല്പര്യമുള്ളവർ വായിക്കുക. എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയത്തില്ല. രണ്ടാമത്തെ ടർക്കിഷ് സർപ്രൈസ്. അതൊരു ഇന്റർനാഷണൽ ന്യൂസ് ആണ്. ടർക്കിയുടെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പ്രസിഡന്റ്, ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ റിസെപ് തായിപ്പ് എർഡോഗാൻ, വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അവിടുത്തെ പിന്നീട് ലോക്കൽ ബോഡി ഇലക്ഷനിൽ തിരിച്ചടി നേരിട്ടു. ലോക്കൽ ബോഡി ഇലക്ഷനിലാണ്, അവിടുത്തെ മേയർ ഇലക്ഷനിലൊക്കെയാണ്. അപ്പൊ ആ തിരിച്ചടി വളരെ സർപ്രൈസിംഗ് ആണ്. കാര്യം അദ്ദേഹം അത്രയും അവിടെ കരുത്തനാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ഇന്റർനാഷണൽ ന്യൂസ് ആണ് സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയിലെ എല്ലാ വീടുകളിലും ഇലക്ട്രിസിറ്റി കൊടുക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ സ്കീമിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ വീടുകളിലും ഇലക്ട്രിസിറ്റി കൊടുക്കുന്നതിനുള്ള ഗവൺമെന്റ് സ്കീമാണ് സൗഭാഗ്യ. സൗഭാഗ്യയുടെ എക്സ്പാൻഷൻ സഹജ് ബിജലി ഹർ ഘർ യോജന എന്നാണ്. സൗഭാഗ്യ സഹജ് ബിജലി ഹർ ഘർ യോജന. എല്ലാ വീടുകളിലും ഇലക്ട്രിസിറ്റി എത്തിക്കുന്നതിനുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീമാണ് സൗഭാഗ്യ സഹജ് ബിജലി ഹർ ഘർ യോജന. പിന്നെ പിനാകി ചന്ദ്ര ഘോസിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. പിനാകി ചന്ദ്ര ഘോസ് ഇന്ത്യയുടെ ഫസ്റ്റ് ലോക്പാലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാലാണ് പിനാകി ചന്ദ്ര ഘോസ്, GHOSC. അദ്ദേഹത്തിന്റെ ഫോട്ടോ, അദ്ദേഹത്തിനെ കുറിച്ച് ന്യൂസ് ഒക്കെ ഉണ്ട്. പിന്നെ അൾജീരിയയുടെ പ്രസിഡന്റിനെ കുറിച്ച് എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ പത്രത്തിലുണ്ട്. അൾജീരിയയുടെ പ്രസിഡന്റ് അബ്ദൽ അസീസ് ബൌട്ടിഫ്ലിക്ക, ABDEL, അബ്ദൽ അസീസ്, അബ്ദൽ അസീസ് ബൌട്ടിഫ്ലിക്ക, BOUTEFLIKA. അതായത് 7 പേജ് നേഷൻ പേജിലേക്ക് വരുമ്പോ ഈയിടയ്ക്ക് ISRO ലോഞ്ച് ചെയ്ത പല സാറ്റലൈറ്റ്സും ഡിഫൻസ് പർപ്പസിന് വേണ്ടിയുള്ള സാറ്റലൈറ്റ്സ് ആയിരുന്നു. ഇനി ഫ്യൂച്ചറിലും ഉടനെ പല ലോഞ്ചുകളും ഡിഫൻസ് യൂസിന് വേണ്ടി മാത്രം വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ലോഞ്ച് ചെയ്ത എമിസാറ്റ്, ഇന്നലെ നമ്മൾ പറഞ്ഞു PSLV C-45 ഉപയോഗിച്ച് ലോഞ്ച് ചെയ്ത എമിസാറ്റ് അത്തരത്തിലുള്ള ഒരു സാറ്റലൈറ്റ് ആയിരുന്നു. അതുപോലെ മൈക്രോസാറ്റ് എന്ന് പറഞ്ഞ ഇപ്പം മിഷൻ ശക്തി എന്ന് പറയുന്ന ആന്റി സാറ്റലൈറ്റ് ടെസ്റ്റിംഗ്, അസാറ്റ് ടെസ്റ്റിംഗ് നടത്തിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ, മിഷൻ ശക്തി. അതിൽ നമ്മൾ തകർത്ത മൈക്രോസാറ്റ് 6 എന്ന് പറയുന്ന സാറ്റലൈറ്റ്, അതിപ്പോ ഇല്ല, അതിനെ തകർത്ത് കളഞ്ഞു. ആ സാറ്റലൈറ്റും ഡിഫൻസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളായിരുന്നു. ഇനിയിപ്പം പല സാറ്റലൈറ്റുകളും ഡിഫൻസ് പർപ്പസിന് വേണ്ടി ISRO ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അത് ഒരു ന്യൂസ് ആയിട്ടുണ്ട്. ISROയുടെ ചെയർമാൻ K. ശിവൻ ആണ്. ISROയുടെ ചെയർമാൻ K. ശിവൻ. അപ്പം ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പെൻഡിങ് ന്യൂസ് പേപ്പേഴ്സിലേക്ക് പോവാം. പെൻഡിങ് ന്യൂസ് പേപ്പറിൽ VVPAT കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അതെപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതന്നെ. ഇപ്പോഴത്തെ ഇലക്ഷൻ തൊട്ട് നമ്മൾ കാണാൻ പോകുന്ന ഒരു സംഭവമാണ് VVPAT, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. പിന്നെ ഈ ന്യൂസ് പേപ്പർ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. സോറി, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂസ് പേപ്പർ മറ്റൊരു ന്യൂസ് പേപ്പറാണ്. ഈ ന്യൂസ് പേപ്പർ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ് March 30. അത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. റഷ്യ സ്പേസിലേക്ക് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ക്ലോത്ത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീൻ ഡെവലപ്പ് ചെയ്ത കാര്യം ഇന്നലത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ ന്യൂസ് പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊരു ന്യൂസ് പേപ്പറാണ്. അതിൽ ആ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജ് ഫ്രൈഡേ ന്യൂസ് പേപ്പറാണ്. ആ ഫ്രൈഡേ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ ഉള്ള ഒരു ന്യൂസ്, എക്കണോമിക്കൽ EWS കോട്ട എന്നൊരു സംഭവമുണ്ട്. EWS കോട്ട എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കോട്ട പ്രൊവൈഡ് ചെയ്യുന്നു സെൻട്രൽ ഗവൺമെന്റ്. അതിന് വേണ്ടിയിട്ട് 10% കോട്ടയാണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. 50% ജനറൽ കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള സീറ്റുകളിൽ 10% എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വയ്ക്കും. അതാണ് 103rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എന്ന് പറയുന്നത്, 103ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. അതിനെ ഇപ്പൊ സുപ്രീം കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാണ് ചില ആൾക്കാർ. അതാണ് ഒരു ന്യൂസ്. പിന്നെ ഇന്ത്യ ഗ്ലോബൽ ടെററിസ്റ്റ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ജയ്ഷെ മുഹമ്മദ് ചീഫായ മസൂദ് അസറിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അത് എഴുതിയൊന്നും വേണ്ട, പറഞ്ഞേ ഉള്ളൂ. പിന്നെ വേൾഡിലെ ലോങ്സ്റ്റ് സാൾട്ട് കേവ്, അത് ഇപ്പൊ ഇസ്രായേലില് കണ്ടുപിടിച്ചു. 10 കിലോമീറ്റർ ലോങ് അണ്ടർഗ്രൗണ്ട് ബസ്. മൗണ്ട് സോദം എന്ന് പറയുന്ന ഒരു മൗണ്ട് ഉണ്ട്, MOUNT, മൗണ്ട് സോദം, SODOM, ഡെഡ് സീക്ക് അടുത്ത്. അപ്പം ഈ മൗണ്ട് സോദം എന്ന് പറയുന്ന ആ ഒരു മൗണ്ടിലാണ്, ആ ഒരു പ്രദേശത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ സാൾട്ട് കേവ്, ഉപ്പ് കൊണ്ടുള്ള ഗുഹ ഇസ്രായേലിൽ കണ്ടുപിടിച്ചു. അപ്പൊ ഇസ്രായേലില് വേൾഡിലെ ലോങ്സ്റ്റ് സാൾട്ട് കേവ് മൗണ്ട് സോദം എന്ന് പറയുന്ന സ്ഥലത്ത്. പിന്നെ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള
വാക്സ് മ്യൂസിയം ആണ് മാഡം തുസാഡ്സ്, MADAME, മാഡം തുസാഡ്സ്, TUSSAUDS. മാഡം തുസാഡ്സ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മാഡം തുസാഡ്സ് മ്യൂസിയം ഉള്ളത്. അത് മാഡം തുസാഡ്സിന്റെ ഫസ്റ്റ് മ്യൂസിയം തുടങ്ങിയതും ഒക്കെ ലണ്ടനിലാണ്, മാഡം തുസാഡ്സ് മ്യൂസിയം. ഇപ്പോ മാഡം തുസാഡ്സ് മ്യൂസിയത്തിന്റെ ബ്രാഞ്ചസ് ലോകത്ത് പല രാജ്യങ്ങളിലും ഉണ്ട്. ഇന്ത്യയിലും ഉണ്ട്. ഇന്ത്യയിൽ ന്യൂഡൽഹിയിലാണ്. അതുപോലെ നമ്മൾ ടെന്നീസിൽ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന 3 കപ്പുകളാണുള്ളത്. ഡേവിസ് കപ്പ്, ഫെഡ് കപ്പ്, അതുപോലെ ഹോപ്പ്മാൻ കപ്പ്. ഡേവിസ് കപ്പ് എന്ന് പറഞ്ഞാൽ മെയിൽ ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ്, ഫെഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ്, ഹോപ്പ്മാൻ കപ്പ് എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ്. പക്ഷെ മിക്സ്ഡ് ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആയ ഹോപ്പ്മാൻ കപ്പിന് ഇനി മുതൽ വേണ്ട എന്ന് തീരുമാനിച്ചു. ഇനി മുതൽ ഹോപ്പ്മാൻ കപ്പ് അടുത്ത വർഷം പോലും കാണൂല. ലാസ്റ്റ് ഹോപ്പ്മാൻ കപ്പ് ഈ വർഷം കഴിഞ്ഞു, 2018 കഴിഞ്ഞു. അവസാനത്തെ ഹോപ്പ്മാൻ കപ്പ് വിൻ ചെയ്ത് സ്വിറ്റ്സർലൻഡ് റോജർ ഫെഡററിന്റെ സ്വിറ്റ്സർലൻഡ് ആണ് ലാസ്റ്റ് ഹോപ്പ്മാൻ കപ്പ് വിൻ ചെയ്തത്. ഇനി മുതൽ ഹോപ്പ്മാൻ കപ്പ് ഇല്ല. പകരം ATP വേൾഡ് ടീം കപ്പാണ് വരാൻ പോകുന്നത്. ATP വേൾഡ് ടീം കപ്പ്. ഇന്ത്യയുടെ ഷൂട്ടിംഗ് ബോഡിയായ NRA, ഷൂട്ടിംഗ് സ്പോർട്സിന്റെ ബോഡിയായ NRAI, നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, അതിന്റെ പ്രസിഡന്റ് ആണ് രണീന്ദർ സിംഗ്. നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് രണീന്ദർ സിംഗ് ആണ്. ഇന്ത്യയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ബാഡ്മിന്റൺ പ്ലെയർ ആണ് സായി പ്രണീത്. ഇന്ത്യയുടെ ഫേമസ് ബാഡ്മിന്റൺ പ്ലെയർ ആണ് സായി പ്രണീത്. പിന്നീട് ECB എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ് ആണ്. എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ്, ECB. എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ് എന്ന് പറഞ്ഞാൽ ഫോറിൻ കൺട്രീസിൽ നിന്ന് ഇന്ത്യയിലെ കമ്പനീസ് കടം വാങ്ങുന്ന ഒരു പ്രോസസ്സിനെയാണ് ECB, എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ് എന്ന പേര് തന്നെ ഉണ്ട്. എക്സ്റ്റേണൽ ആയിട്ട് വെളിയിൽ നിന്ന് കൊമേഴ്സ്യൽ ബോറോയിങ്. ഇന്ത്യയിൽ ഈ April 1 തൊട്ട് നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നതും പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോസ്റ്റ്പോൺ ചെയ്തതുമായിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് IND-AS, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. IND-AS. പ്രൈം മിനിസ്റ്റേഴ്സ് എക്കണോമിക് അഡ്വൈസറി കൌൺസിൽ എന്ന് പറഞ്ഞൊരു ബോഡിയുണ്ട്, PMEAC, പ്രൈം മിനിസ്റ്റേഴ്സ് എക്കണോമിക് അഡ്വൈസറി കൌൺസിൽ. അതിന്റെ ചെയർമാൻ ആണ് ബിബേക് ഡെബ്രോയി. പ്രൈം മിനിസ്റ്ററിന് എക്കണോമിക് മാറ്റേഴ്സിൽ അഡ്വൈസ് ചെയ്യാനുള്ള കൌൺസിലാണ് പ്രൈം മിനിസ്റ്റേഴ്സ് എക്കണോമിക് അഡ്വൈസറി കൌൺസിൽ. ചെയർമാൻ ബിബേക് ഡെബ്രോയി, BIBEK, ബിബേക് ഡെബ്രോയി. ഗൂഗിളിന്റെ CEO സുന്ദർ പിച്ചയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ. അതുപോലെ ഒരു ക്രൂയിസ് ഷിപ്പ് സർവീസ് ഇന്ത്യക്കും ഒരു രാജ്യത്തിനിടയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയിലെ കൊൽക്കട്ടയ്ക്കും ബംഗ്ലാദേശിലെ ധാക്കയ്ക്കും ഇടയിലാണ് ഇപ്പൊ പുതുതായിട്ട് ക്രൂയിസ് ഷിപ്പ് സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. CRUISE, ക്രൂയിസ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. ആ ക്രൂയിസ് ഷിപ്പ് സർവീസ് ഇന്ത്യ ഒരു ഫോറിൻ കൺട്രി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഏത് രാജ്യമായിട്ടാണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിലെ ധാക്കയും ഇന്ത്യയിലെ കൊൽക്കട്ടയും കണക്ട് ചെയ്തുകൊണ്ടാണ് ക്രൂയിസ് ഷിപ്പ് സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ രാജീവ് കുമാറിന്റെ ഫോട്ടോ ഉണ്ട്. രാജീവ് കുമാർ നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആണ്. ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ റീപ്ലേസ്മെന്റ് ആയ നിതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യയുടെ വൈസ് ചെയർമാൻ ആണ് രാജീവ് കുമാർ. അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിലെ റെസിഡൻസി സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 35A. ജമ്മു ആൻഡ് കാശ്മീരിലെ റെസിഡൻസി സ്റ്റാറ്റസ് ഡിഫൈൻ ചെയ്യുന്നത്, ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് ഡിഫൈൻ ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 35A. ഈയിടയ്ക്ക് ഇസ്രായേലിന്റെ ഗൊലാൻ ഹൈറ്റ്സ് എന്ന് പറയുന്ന സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചടക്കിയ പ്രദേശമായ ഗൊലാൻ ഹൈറ്റ്സ് ഇസ്രായേലിന്റേത് തന്നെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത രാജ്യം USA ആണ്. ഇസ്രായേലിന്റേതാണ് ഗൊലാൻ ഹൈറ്റ്സ് എന്ന് വേറെ ഒരു രാജ്യവും അതുവരെയും അംഗീകരിച്ചിട്ടില്ല. USA ആണെന്ന് അക്സെപ്റ്റ് ചെയ്തതാണ്. NRC, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്. NRC അല്ലെങ്കിൽ നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് എന്ന് പറയുന്ന പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നത് ആസാമിലാണ്. ഇന്ത്യയിലെ ഇല്ലീഗൽ മൈഗ്രൻസിനെ കണ്ടെത്താൻ വേണ്ടി, ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിലേക്കുള്ള ഇല്ലീഗൽ മൈഗ്രൻസിനെ കണ്ടെത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രോസസ് ഒരു സ്റ്റേറ്റിൽ മാത്രമേ ഇന്ത്യയിൽ നടക്കുന്നുള്ളൂ, അത് ആസാമിലാണ്. NRC, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്. പിന്നെ എക്കണോമിക് ടൈംസിലെ മെയിൻ ന്യൂസ് ഇത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാല് നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ February 12 സർക്കുലറിന്റെ സ്ക്രാപ്പിംഗ് ബൈ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അതാണ് മെയിൻ ന്യൂസ്. പിന്നീട് നമുക്ക് മറ്റ് എക്കണോമിക് ടൈംസുകളിലേക്ക് പോകാം. ഡിസ്കസ് വോഡാഫോൺ ഐഡിയ എന്ന് പറഞ്ഞ മെർജ്ഡ് കമ്പനിയുടെ ചെയർമാൻ
കുമാരമംഗലം ബിർളയാണ്. വോഡാഫോൺ ഐഡിയ. വോഡാഫോൺ ഐഡിയയും കൂടി ഇടയ്ക്ക് മെർജ് ചെയ്തു. അതിന്റെ ചെയർമാൻ കുമാരമംഗലം ബിർള. ഐഡിയ ആദിത്യ ബിർള ഗ്രൂപ്പിന്റേതായിരുന്നു. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ചെയർമാനാണ് കുമാരമംഗലം ബിർള. അദ്ദേഹം അപ്പോൾ വോഡാഫോൺ ഐഡിയയും കൂടി മെർജ് ചെയ്തപ്പോൾ അതിന്റെ ചെയർമാനായി. BRI ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. BRI എന്ന് പറഞ്ഞ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ആണ്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ചൈനയുടെ ഒരു കണക്ടിവിറ്റി പ്രോജക്റ്റ് ആണ്. BRI അല്ലെങ്കിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ചൈനയുടെ കണക്ടിവിറ്റി പ്രോജക്ട്. GDR ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ്. GDR എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ്. ADR അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ്. ഇത് രണ്ട് ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് ആണ്. ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് എന്താണെന്നൊക്കെ പിന്നീട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ലാക്ക് ഓഫ് ടൈം കൊണ്ടാണ്. ADR അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ്. GDR ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ്. ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. GST ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. EBITDA ഏർണിംഗ്സ് ബിഫോർ ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് ഡിപ്രീസിയേഷൻ. EBITDA ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. സുസാന ZUZANA സുസാന കാപ്പിറ്റോവ. CAPUTOVA. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഡിസ്കസ് ചെയ്താണ്. സുസാന ZUZANA സുസാന കാപ്പിറ്റോവ. CAPUTOVA. സ്ലോവാക്യയുടെ ഫസ്റ്റ് വുമൻ പ്രസിഡന്റ്. സ്ലോവാക്യയുടെ ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ആണ്. സ്ലോവാക്യയുടെ ഫസ്റ്റ് വുമൻ പ്രസിഡന്റ്. IAAF ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻസ്. IAAF ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻസ്. അവരാണ് വേൾഡിലെ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പുകളൊക്കെ മെയിൻലി ഓർഗനൈസ് ചെയ്യുന്നത്. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഒക്കെ അവരാണ് നടത്തുന്നത്. IAAFന്റെ പ്രസിഡന്റ് ആണ് സെബാസ്റ്റ്യൻ കോയ്. COE. ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ബാക്കി കുറച്ച് പെൻഡിംഗ് ഉണ്ട്. നാളെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.